89.6 FM സർഗക്ഷേത്ര കോട്ടയം ജിംഖാന. ജിംഖാനയുടെ സമയമാണ്. നമ്മൾ കോട്ടയം പാലാ പരിസരത്തൊക്കെ പോയി ജിംഖാന എടുത്തിട്ടുണ്ട്. സോ ഈ ആഴ്ച എവിടെ പോകുന്ന ആലോചിച്ചപ്പോഴാണ് വിനുസാർ ഒരു കിടിലൻ ഐഡിയ ആയിട്ട് വന്നത്. വണ്ടി നേരെ കുമരകത്തോട്ട് വിടാന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ വിനുസാർ? അതെ, കുമരകം നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഇടമാണ്. കുമരകത്ത് പല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ വരാറുണ്ട്. അതെ, ഇവിടുന്ന് അരമണിക്കൂറോട് പോയി കഴിഞ്ഞാൽ എന്റെ വീടെത്തും. അതെ, അതൊരു കാരണമാണ്. രണ്ടാമത്തെ കാരണം പറ. നമ്മുടെ കുമരകത്തിന്റെ പ്രകൃതി ഭംഗിയാണ്, അത് ആസ്വദിക്കണം. ഇപ്പൊ ഏറ്റവും രസം എന്ന് വെച്ചാൽ നമ്മുടെ മലരിക്കലുള്ള ആമ്പൽ വസന്തം തന്നെയാണ്. അതെ, അപ്പൊ മലരിക്കൽ ആമ്പൽ വിരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് വരുന്നേ ഉള്ളൂ. കുമരകം ബോട്ട് ക്ലബ്ബുകളെയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, അതിന്റെ അമ്മ കഴിഞ്ഞ വർഷം നമ്മൾ പോയി പരിചയപ്പെട്ടു, വീഡിയോസ് എടുത്ത് സംസാരിച്ചു, വൻ വൈബ്. അതെ, വീണ്ടും നമ്മൾ കുമരകത്തേക്ക് വരാൻ പ്ലാൻ ചെയ്തത്. കുമരകത്ത് ഒരു ഹെൽത്ത് ക്ലബ്ബ് ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു. ഒരു ഹെൽത്ത് ക്ലബ്ബ് അല്ല, പല ഹെൽത്ത് ക്ലബ്ബുകൾ ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ കുമരകം ഹെൽത്ത് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ഹെൽത്ത് ക്ലബ്ബ് ഉണ്ട്. അതെ, അപ്പോൾ ആ ഹെൽത്ത് ക്ലബ്ബ് എവിടെയാണ് എന്ന് അന്വേഷിക്കണം, കണ്ടുപിടിച്ചിട്ട് കുറച്ചധികം പേരോട് സംസാരിക്കണം. അങ്ങനെ കുറെ അധികം പ്ലാനുകളുണ്ട് നമുക്കിന്ന്. അതെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക് ഒക്കെ എവിടുന്നോ കേൾക്കുന്നുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ജിം എത്തും. അപ്പോ നമ്മള് കോട്ടയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബിൻസി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പാലയിൽ പോയി പാല ഏരിയയിലേക്ക് കവർ ചെയ്തു. അതോടൊപ്പം തന്നെ കോട്ടയം ടൗണിലെത്തി, അവിടെയും പല ഹെൽത്ത് ക്ലബ്ബുകളിൽ പോയി, മാന്നാനത്തെ പല ഹെൽത്ത് ക്ലബ്ബുകളിൽ പോയി, മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് ചെന്നു. പിന്നെ നമ്മളിപ്പോ കുമരകം ഏരിയയിലേക്ക് എത്തിയിരിക്കുവാണ്. കുമരകം ഹെൽത്ത് ക്ലബ്ബ് കണ്ടെത്താൻ വേണ്ടിയും അവരോട് സംസാരിക്കാൻ വേണ്ടിയും അവിടെ പാട്ടുകാരുണ്ടോ, അതായത് ജിമ്മിൽ ഗാനം ആലപിക്കുന്നവരുണ്ടോ എന്നറിയാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പൊ മുതൽ ജിംഖാന കേട്ട് തുടങ്ങിയവർ, ആദ്യമായിട്ടാണ് ജിംഖാന കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഈ ഒരു ജിംഖാന കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ പല പ്രായക്കാരായിട്ടുള്ള മനുഷ്യരെല്ലാം ഇപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വളരെ ബുദ്ധിമുട്ടേറിയ കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലഹരി പരിപാടികളൊന്നും വേണ്ട, ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് പ്രധാനപ്പെട്ടത്, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരു പറ്റം ആളുകളെ, അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, നല്ല പ്രായമുള്ളവരുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയിട്ടുള്ള ഹെൽത്ത് ക്ലബ്ബുകൾ തേടിയുള്ള യാത്രയാണ് ജിംഖാന. അതാണ് ശരിക്കും നമ്മളുടെ ജിംഖാന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോ എവിടെ പോയതെന്ന് അറിയാവോ? പെട്ടെന്നേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ബിൻസി ഒന്ന് ഓടി മറഞ്ഞു, പെട്ടെന്ന് ഓടി തിരിച്ചു വന്നു. എന്തായിരുന്നു? റോഡിലൂടെ പോയ ഒരു ബ്രോ എന്റെ അടുത്ത് ചോദിക്കാണ് വാഴയല്ലേ. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് സ്റ്റക്കായിട്ട് നിന്നു. അപ്പൊ ബ്രോ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മറ്റേ മഴയിൽ മനോരമയിലെ പരിപാടി കണ്ടിട്ടുണ്ട്, ഫുൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ട്, ഫാനാണ്, ഒരു സെൽഫി എടുക്കാമോ എന്ന്. ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചല്ല കേട്ടോ. അതെ, കറക്റ്റ് ആണ്, അത് ഉള്ള കാര്യമുണ്ടോ. ഇപ്പൊ ബിൻസി മഴവിൽ മനോരമയില് ടോപ്പ് ആങ്കർ പരിപാടിയിൽ പങ്കെടുത്തിട്ട് അവിടുന്ന് പോപ്പുലർ ആയിട്ടുള്ള പേരാണ് വാഴ. ടോപ്പ് 5 എത്തിയ ആളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തിരിച്ചറിയപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ബിൻസി. അല്ല, കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് അറിയാം, അവർക്കൊക്കെ സന്തോഷമായിരിക്കും. എനിക്ക് ചോദിക്കാനുള്ള ബിനിസാറിനോടാണ്, നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടാ? നിന്നെ 4 പേര് അറിയുക, പോയി വല്ല ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്തൂടെ? ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് തൃപ്തിയായി. റേഡിയോയിൽ പാട്ടാണ് വരാൻ പോകുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM കോട്ടയം ജിംഖാനയാണ്. വിനുണ്ട് പവർഫുൾ ആയിട്ട്, പിന്നെ ബിൻസി ഉണ്ട്. അല്ല, അതിലും പവർഫുൾ ആയിട്ട് ബിൻസി ഉണ്ട് കേട്ടാ. 89.6 FM സർഗക്ഷേത്ര കോട്ടയം ജിംഖാന. കോട്ടയം ജിംഖാന കുമരകത്തേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു. ശരിക്കും നമ്മൾ കുമരകത്ത് എത്തിയിട്ടുണ്ട്. കുമരകത്തിന്റെ ഏതാണ്ട് ഒരു സെന്ററിൽ തന്നെ ഉണ്ട് നമ്മള്. അതെ, കുമരകത്തിന്റെ സെന്ററിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമരകം ഹെൽത്ത് ക്ലബ്ബിലാണ് എത്തിയിട്ടുള്ളത്. അതായത് ബിൻസി, നമ്മള് ഇന്നത്തെ ജിംഖാന വരവിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. നമ്മൾ എവിടെ പോകുന്നതിന്റെ പിന്നിലും കഥയുണ്ടാകാറുണ്ട്. ഇന്നത്തെ കഥ വേണമെങ്കിൽ ഞാൻ വേഗത്തിൽ പറയാം. പെട്ടെന്ന് പറഞ്ഞു. നമ്മള് ഓരോ ഹെൽത്ത് ക്ലബ്ബുകൾ കണ്ടെത്താൻ വേണ്ടി പലതരത്തിൽ ശ്രമങ്ങൾ നടത്താറുണ്ടല്ലോ. നമ്മളെ തേടി വരാറുണ്ട്, നമ്മളും തേടി ചെല്ലാറുണ്ട്. അങ്ങനെ നമ്മൾ കുമരകം ഏരിയയിലേക്ക് ഒന്ന് ചെല്ലണമല്ലോ എന്നൊരു ഉദ്ദേശത്തിന്റെ പേരിൽ നമ്മൾ ഗൂഗിളിലേക്ക് ഒരു അന്വേഷണം നടത്തി. കുമരകത്ത് എത്രത്തോളം ഹെൽത്ത് ക്ലബ്ബുകളുണ്ട്, എവിടെയൊക്കെയാണ് അതൊക്കെ സ്ഥിതി ചെയ്യുന്നത്, അങ്ങനെ ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണം കുമരകം ഹെൽത്ത് ക്ലബ്ബിലേക്ക് ഗൂഗിളിൽ നമ്മളെ എത്തിച്ചിട്ടോ. ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല, എന്നാലും ഗൂഗിൾ നമ്മളെ ഒരു ലൊക്കേഷൻ കാണിച്ചു തന്നു. അപ്പോ അവിടെ നിന്ന് ഒരു കോൺടാക്ട് നമ്പർ കിട്ടി. ആ കോൺടാക്ട് നമ്പർ എടുത്തിട്ട്, അപ്പോ ആദ്യം കോൾ ചെയ്തപ്പോ കോള് പോകുന്നില്ല, വാട്സപ്പിൽ വിളിക്കാൻ നോക്കുമ്പോൾ കോള് പോകുന്നുണ്ട് കേട്ടോ. ഞാനപ്പോ എന്തൊക്കെയാണ് കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടി നമ്പറിലേക്ക് ഒന്ന് വിളിച്ചപ്പോൾ ഈ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അപ്പോ എവിടെയാണ്, കുമരകത്താണോ നിങ്ങളുള്ളത്? അപ്പൊ ഞാൻ കുമരകത്തല്ല, ഞാൻ UK-ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ UK-ൽ എങ്ങനെ UK വരെ ജിംഖാന എടുക്കാൻ ഞങ്ങൾ പോണല്ലോ എന്ന് ആലോചിച്ചോ? കാരണം കുമരകം ഹെൽത്ത് ക്ലബ്ബ് വേണമെങ്കിൽ UK-ലും തുടങ്ങാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. അപ്പൊ ഞാൻ ഓർത്തു, സോറി, ഞങ്ങള് കോട്ടയത്തിന്റെ ഉള്ളിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. പറഞ്ഞില്ല, എന്റെ ജിമ്മാണ്, അത് കുമരകത്തുണ്ട്, ഞാനിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഞാൻ ഇതിന്റെ ഉടമയാണ്, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുമരകത്തുനിന്നല്ല UK-എന്നാണെന്ന് പറഞ്ഞു. അടിപൊളി. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ശക്തരായിട്ടുള്ള ടീം അംഗങ്ങളെല്ലാം നമ്മുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. അവരോട് നമുക്ക് ഓരോരുത്തരോടായിട്ട് ചോദിക്കാം. മഹാനാനത്തുനിന്ന് UK വഴി കുമരകത്ത് എത്തിയ കഥയാണ് കേട്ടതല്ലേ?
ഇവിടുത്തെ പ്രധാന ഇൻസ്ട്രക്ടർ ആയിട്ടുള്ള ബ്രോ പേര് പറയൂ. എന്റെ പേര് സഹദ്. സഹദ്. ഞങ്ങൾ ശരിക്കും നിങ്ങളുടെ ജിമ്മിന്റെ ഓണർ ജിമ്മി. അവിടെ ഒരു പ്രാസം. അതെ. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തിലേക്ക് എത്തിയ UK കഥകളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ഞങ്ങൾ ആദ്യം ഒരു UK നമ്പറിലേക്ക് വിളിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഉണ്ട്, വളരെ ലൈവായിട്ട് നിൽക്കുന്ന ജിമ്മുണ്ട്, അവിടെ ചെന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. ബ്രോ എന്തൊക്കെയുണ്ട് ഇവിടെ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇവിടെ ഇപ്പോ ജിമ്മി ചേട്ടൻ നിലവിൽ UK-ലാണ്. ആളവിടുത്തെ അക്കൗണ്ട് പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നു. പിന്നെ ഫാമിലി എല്ലാവരും പുറത്താണ്. ജിമ്മ് നോക്കുന്നത് നമ്മൾ 4 പേരുമാണ്. പിന്നെ ഇവിടെ 4 കാറ്റഗറിയിലായിട്ട് ട്രെയിനേഴ്സ്മാരെ തിരിച്ചിട്ടുണ്ട്. ബോഡി ബിൽഡിങ്, അതുപോലെ കാർഡിയോ സെക്ഷൻ, അതുപോലെ ക്രോസ് ഫിറ്റ്, അങ്ങനെ പല ഇതായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിന്റെ ട്രെയിനറാ? ഞാൻ മൊത്തത്തിൽ നിൽക്കണ ഒരാളാണ്. ഓൾ ഇൻ ഓൾ ആണ്. ഓളായിട്ട് നിൽക്കണ ആളാണ്. ബാക്കി 3 പേരെ ഇന്ന് പരിചയപ്പെടാൻ പറ്റുമോ? പരിചയപ്പെടാൻ പറ്റും. ഓക്കെ. അപ്പോ ഒരാള് ബോഡി ബിൽഡിംഗ് ആണ്, കോട്ടയം മിസ്റ്റർ കോട്ടയം അടിച്ചതാണ്. അപ്പൊ അങ്ങനെ മിസ്റ്റർ കോട്ടയം എവിടെ? മിസ്റ്റർ കോട്ടയം അടിച്ച വ്യക്തിയാണോ? ആളിവിടെ ഉണ്ട്. അപ്പോൾ ആരെയോ അവിടെ ട്രെയിനിങ് വലിയ കഠിനമായിട്ട് ട്രെയിനിങ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ബ്രോ, ഇവിടെ എത്ര പേരാണ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്? വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു 500-600 പേര് വരാറുണ്ട്. ഞങ്ങൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്യണമെങ്കിൽ ഞങ്ങൾ എന്താണ് പ്രൊസീജിയർ ഒക്കെ എങ്ങനെ? കാരണം ഇവിടുത്തെ സിസ്റ്റം ഒക്കെ ഭയങ്കര രസമുണ്ട്. ഞങ്ങൾക്ക് പുറത്തുനിന്നുള്ളവർക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ സാധാരണ ജിമ്മുകളെ പോലെയല്ല. ജിമ്മി ചേട്ടൻ UK-ല് അവിടുത്തെ കാര്യങ്ങൾ പോലെയാണ് ഇവിടെ എല്ലാം സെറ്റിൽ ചെയ്തേക്കുന്നത്. ശരിയാട്ടോ. ഇത് ഇപ്പൊ പറയുമ്പോ ഇത് പറയുമ്പോ ഞങ്ങളും അത് കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ഒത്തിരി ഹെൽത്ത് ക്ലബ്ബുകളിൽ നമ്മൾ കോട്ടയത്ത് പോയെങ്കിലും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഫിംഗർ പ്രിന്റ് ഒക്കെ അടിച്ച് അകത്തേക്ക് കയറുന്നു. അകത്ത് കയറാൻ നോക്കിയിട്ട് നടന്നില്ല. അതെ, വിൻസിക്കിന് തിരിച്ചു പോകാനും പറ്റൂല. അതെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ആദ്യമായിട്ട് തന്നെ ക്ലയന്റ് ആണെങ്കിൽ തന്നെ എല്ലാം ഓൺലൈനിൽ സ്കാനിങ് ഉണ്ട്. ഓൺലൈനിൽ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഫോം ഫില്ല് ചെയ്യാം. എന്നിട്ട് ഫീസ് അടച്ചാൽ മതി ഓൺലൈൻ വഴി. അപ്പൊ നമ്മൾ സിസ്റ്റത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഫിംഗർ പ്രിന്റ് ഒക്കെ ആക്കി കൊടുക്കും. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള ആളുകൾ ഇവിടെ കാണും? ഒരു 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരുന്നുണ്ട്. അടിപൊളി. നമ്മള് ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ ബിൻസി ഇവിടെ 3 ഇൻസ്ട്രക്ടർമാരുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരാൾ കൂടി എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് ഈ ജിമ്മിന്റെ ഒരു ചരിത്രം പറയാൻ തയ്യാറായിട്ട് നിൽക്കുവാണ്. അങ്ങനെയാണെങ്കിൽ പോരട്ടെ, ആദ്യം പറയൂ, പേരെന്താണ്? ഓക്കെ, നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആ ഒരു ട്രെയിനറാണ്? ഞാൻ സീനിയർ കോച്ചായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 6 മാസത്തിൽ കൂടുതലായി. ബാക്കിയുള്ളവരെല്ലാം തുടക്കമായതേ ഉള്ളൂ. ഞാനിവിടെ വന്നിട്ട് ഒരു 6 മാസത്തിൽ കൂടുതലായി. ഇത് തുടക്കം ചെയ്യാൻ കാരണം ജിമ്മി ചേട്ടൻ്റെ അച്ഛനാണ്, സിറിയാക് തോമസ് എന്നാണ് പുള്ളി. പുള്ളിയാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി ജസ്റ്റ് ചെറുതായിട്ട് തുടങ്ങിയാണ്. പിന്നെ ആദ്യമേ ഒരു ചെറിയൊരു ഇതായിരുന്നു. പിന്നെ ഇപ്പം 2008-ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് ഇച്ചിരി വലുതാക്കി ഈ ഒരു ലെവലിലോട്ട് ഇപ്പം കാണുന്നില്ലേ, ആ ലെവലിലോട്ട് അത്ര ഇതായി. വിശാലമായ ജിമ്മ് ഇപ്പോൾ ഒരു 270 അല്ലേ, 270 ക്ലയൻസ് ആയിട്ട് നമ്മൾ ആക്റ്റീവായിട്ടുണ്ട്. അല്ലാതെ മെമ്പർഷിപ്പ് എടുത്തെല്ലാം കൂടെ 1000-400 മുകളിലുണ്ട്. നമുക്കൊരു 270 വരെ ആക്റ്റീവായിട്ട് നിലവിൽ ഇപ്പം ചെയ്യുന്നുണ്ട്. അതിൽ ഈ കൊച്ചുപിള്ളേർ വരെ വലിയ ആൾക്കാർ വരെ പ്രായമുള്ളവർ വരെ ചെയ്യുന്നുണ്ട്. കോമ്പറ്റീഷൻസിനൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ 3ാമത്തെ കോച്ചായിട്ടിരിക്കുന്നതും ഇവിടെ തന്നെ വർക്കൗട്ട് ചെയ്യിപ്പിച്ച് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇവിടെ മിസ്റ്റർ കോട്ടയ പയ്യനാണ് ഇവിടെ. അവൻ്റെ ഒരു വിപിൻ എന്ന പേര്. അപ്പൊ അവനാണ് ഇപ്പൊ 3ാമത്തെ കോച്ചായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവൻ ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. ഇവൻ അവിടെ തിരക്കാണെന്ന് ഓൾറെഡി നമ്മുടെ സദൽ പറഞ്ഞു. അപ്പൊ എന്തായാലും ബ്രോ, ഇവിടെ നമ്മൾ വിശാലമായിട്ടുള്ള ഒരു വലിയൊരു കോമ്പൗണ്ട്, ഈ സൈഡില് ജിമ്മ്, അപ്പുറത്തെ ബിൽഡിംഗ് ഒക്കെ എന്താ? അപ്പുറത്ത് സപ്ലൈക്കോ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ സ്പാ ഉണ്ട് തൊട്ട് അടുത്തായിട്ടാണ്. പിന്നെ ബാക്കിയുള്ള പാർക്കിംഗ് സെക്ഷൻ ആണ്. പിന്നെ ഇതിന്റെ ഈ സപ്ലൈക്കോടെ മുകളിലായിട്ടാണ് ഞങ്ങള് ലേഡീസിന്റെ അല്ലല്ല ലേഡീസിന്റെ ഇതിന് മുന്നേ അവിടെ ആയിരുന്നു. പിന്നെ ഇവിടെ തന്നെ ഇതിന് മുന്നേ നമുക്കിവിടെ കിക്ക് ബോക്സിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതിപ്പോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇതെല്ലാം നിങ്ങളുടെ മുതലാളി ജിമ്മി ആശാന്റെ ആദ്യം ഈ എന്തായിരുന്നു പറഞ്ഞില്ലേ, അച്ഛനായത് തുടങ്ങിയത്. അച്ഛന്റെ 3 മക്കളായിട്ട് ഇപ്പം കൊണ്ടു നടക്കുന്നത്. അപ്പം ജിമ്മി ചേട്ടനാണ് ഇവിടെ സ്ഥലത്തുള്ളത്. ബാക്കി 2 പേരും UK-ലാണ്. അപ്പൊ ജിമ്മി ചേട്ടൻ ഇപ്പം UK പോയിട്ടുണ്ട്. പുള്ളി ഇപ്പൊ 2-3 ആഴ്ചക്കുള്ളിൽ ചേട്ടൻ തിരിച്ചു വരും. അടിപൊളി. അപ്പൊ എന്തായാലും ജിമ്മിനെ കുറിച്ച് അറിയും തോറും ഇവിടെ വരാനുള്ള ആഗ്രഹവും ഒരു ആവേശവും ഒക്കെ കൂടുകയാണ്. ഈ സന്തോഷത്തിൽ ഞങ്ങൾ റേഡിയോയിൽ പാട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് കോട്ടയം ജിംഖാനയാണ്. സർഗക്ഷേത്ര 89.6 FM-ൽ കൂടാതെ ബിൻസി മീനു ഉണ്ട്. 89.6 FM സർഗക്ഷേത്ര കോട്ടയം ജിംഖാന. അങ്ങനെ കുമരകം ഹെൽത്ത് ക്ലബിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ബിൻസി, നമ്മൾ ആദ്യം ഒരു ഹെൽത്ത് ക്ലബിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്ര ആളുകൾ ഉണ്ടെന്നൊരു അന്വേഷണം നടത്താറുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ അന്വേഷണം നടത്തി ആളുകളെ ലിസ്റ്റൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതി കൊണ്ടുവരാൻ വേണ്ടി ഇൻസ്ട്രക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നുണ്ട്. അവരത് കൊണ്ടുവരും. അതെ, ഉറപ്പായിട്ടും കൊണ്ടുവരും. അപ്പോൾ ഇവിടെ സ്ത്രീകൾ, അതായത് ലേഡീസിന്റെ സൈഡിൽ നിന്ന് ഒത്തിരി പേർ ഉള്ള ഹെൽത്ത് ക്ലബ്ബാണ്. അതുപോലെ തന്നെ ചേട്ടന്മാരായിട്ടുള്ള അതിഭീകരന്മാരായിട്ടുള്ള ഒരുപാട് പേരുള്ള ഹെൽത്ത് ക്ലബ്ബാണ്. അതെ. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2 ലേഡീസ് നമ്മളോട് സംസാരിക്കാൻ നിൽക്കുന്നുണ്ട്. അതെ അതെ, അവരെ നമ്മൾ ഏറ്റവും ആദ്യത്തെ പോർഷനിൽ കയറ്റി വിടാൻ പോവുകയാണ്. അതെ, കാരണം അവർക്ക് വീട്ടിൽ പോകാൻ തിരക്കുള്ളതുകൊണ്ടല്ല, അവർക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തിരക്കുള്ളതുകൊണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തിരക്കുള്ള ആളുകളെ പരിചയപ്പെടാം. ഹലോ. എന്താ പേര്? ആതിര. അതിരയുടെ സ്ഥലം എവിടെയാണ്? എൻ്റെ ഇവിടെ തന്നെ കുമരകം തന്നെയാണ്. അതിര എന്ത് ചെയ്യുന്നു? ഞാൻ ജോലി ചെയ്യുന്നു ഇവിടെ ദീമകി ആയുർവേദ ഹോസ്പിറ്റലാണ്.
ഓക്കെ ഓക്കെ, അടിപൊളി. ആയുർവേദ നേഴ്സാണോ? അല്ലല്ല, ഞാൻ സ്റ്റോർ മാനേജറാണ്. അടിപൊളി. ഓക്കെ, അടുത്താണ് അഞ്ജലി. അഞ്ജലി. നമ്മളെ വന്നപ്പോ വെൽക്കം ചെയ്ത് നമ്മളിങ്ങനെ ദൂരത്തുനിന്ന് വരുന്നത് നോക്കി നിൽക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. നമ്മുടെ ജിംഖാനയുടെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10ഓളം ഹെൽത്ത് ക്ലബ്ബുകളിൽ കോട്ടയം ജില്ലയിൽ കയറി കഴിഞ്ഞു. പക്ഷെ നമ്മൾ വരവ് പ്രമാണിച്ച് വഴിയിൽ നിന്ന് നമ്മൾ വരവേൽക്കാൻ വന്നിട്ടുള്ളത് ഒരാൾ മാത്രമുള്ളത് അഞ്ജലിയാണ്. അഞ്ജലിയുടെ സ്നേഹമാണ്. സ്നേഹമുള്ള ആ ഒരു മനസ്സാരും കാണാതെ പോകരുത്. എന്താണ് അഞ്ജലി ചെയ്യുന്നത്? ഞാനിപ്പോ ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണ്. പിന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വേറെ ജോലിയുണ്ട്. വേറെ എന്താണ് ജോലി? ഞാൻ ഇവിടെ ഒരു ഹോം സ്റ്റേയിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ 2 ജോലിയും കൂടെ എങ്ങനെ ബാലൻസ് ചെയ്യും? ഇതെനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ ഫസ്റ്റ് ഇവിടെയാണ് ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വിട്ടു പോകാനായിട്ടുള്ള ഒരു മനസ്സ് വരുന്നില്ല. ഇവിടെ വന്നവരാരും തിരിച്ചു പോയിട്ടില്ലെന്ന്. അതെന്താ ചുരുളിയാണോ? അങ്ങനെയല്ല, അങ്ങനെയല്ല. നമ്മളിവിടെ ആതിരയിലേക്ക് വീണ്ടും വരുവാണെങ്കിൽ ഈ ഒരു അതായത് ഹെൽത്ത് ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ട് എത്ര നാളായി? ഞാൻ 1 മന്ത് ആകുന്നേ ഉള്ളൂ. 1 മാസം ആകുന്നുള്ളൂ. 1 മാസം മുൻപ് ഉറപ്പായിട്ടും ഞാനൊരു ജിമ്മിൽ പോകാൻ തീരുമാനിക്കുകയാണ്. ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത് എപ്പോഴാണ്? ഏത് സാഹചര്യത്തിലാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എന്താ പറയാ, നന്നായിട്ട് പ്രഗ്നൻസി കഴിഞ്ഞ് നന്നായിട്ട് വെയിറ്റ് വെച്ചു. അന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ഷേപ്പ് ആകണം, അങ്ങനെയൊക്കെ ഒരു ഇത് വന്നപ്പോൾ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകാൻ തീരുമാനിച്ച പ്ലാൻ വീട്ടിലൊക്കെ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് അയൽവക്കക്കാരോട് നാട്ടുകാരോടൊക്കെ പറയുമ്പോൾ ഓരോരുത്തരുടെ റിയാക്ഷൻസ് എന്തായിരുന്നു? ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണോ? പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ആരും പറയുന്ന കേൾക്കാനില്ലാത്തത് കൊണ്ട് എനിക്കൊന്നും അവരോടാരും ഞാൻ ആലോചിച്ചില്ല. വീട്ടിലൊക്കെ ആയിരുന്നു, അതുകൊണ്ട് പോകുന്നു. ഓക്കെ, ബാക്കി ഉള്ളിടത്ത് 2 അഭിപ്രായം പറയുന്നവരുണ്ടാവുമല്ലോ. ഓ, ജിമ്മിൽ പോകാൻ പോകുന്നു, അങ്ങനെയൊക്കെ പറയുന്നവർ ഇപ്പോഴും ഉണ്ടല്ലോ. ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും സൈഡിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായം കേൾക്കേണ്ടി വന്നോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ചോദിച്ചാട്ടോ. ഇല്ല, അങ്ങനെയൊന്നും ആരും പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അതെന്നെ ഏൽക്കില്ല. ഇല്ല, എനിക്ക് ബാധകമല്ല അതൊന്നും. ഓക്കെ, ഏതാണ്ടൊരു ബിൻസി റേഞ്ച് പിടിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. വീട്ടുകാരെ മാത്രം ബോധിപ്പിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇവർ രണ്ടുപേരും പരിചയപ്പെട്ടതിന് സന്തോഷത്തില് ഉറപ്പായിട്ടും റേഡിയോയിൽ ഇനി പാട്ടാണ് വരുന്നത്. പാട്ടുകൾക്ക് ശേഷമാണ് ശക്തമായി വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഭീകരൻ എന്നൊക്കെ ഞാൻ ഒരു ഭംഗിക്ക് പറയുന്നതാണ് കേട്ടോ. അവരുടെ വർക്കൗട്ട് നശിപ്പിക്കാനായിട്ട് നമ്മൾ അതിന്റെ ഇടയ്ക്ക് ചെല്ലുന്നു, സംസാരിക്കുന്നു, ജിംഖാന എടുക്കുന്നു, തിരിച്ചു പോരുന്നു. ഓക്കെ, ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിംഖാന. കോട്ടയം ജിംഖാന പവർഫുൾ ആയിട്ട് കുമരകത്താണ് എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു. കുമരകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെൽത്ത് ക്ലബ്ബിൽ തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതായത് നമ്മുടെ കുമരകം ഹെൽത്ത് ക്ലബ്ബിൽ തന്നെയാണ് നമ്മൾ ഇതിനു മുൻപ് ഒരു വള്ളംകളി സീസണിൽ വളരെ ആഘോഷത്തോടെ വന്ന് ഒരു ക്ലബിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ചു പോയ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓർക്കുവാണ്. കുമരകം ടൗൺ ബോട്ട് ക്ലബ്. അതെ, ടൗൺ ബോട്ട് ക്ലബിന്റെ പലവരും ഇപ്പൊ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, കുമരകം ഹെൽത്ത് ക്ലബ്ബ് കാണാൻ വേണ്ടി. അടിപൊളി ആളുകളെ പരിചയപ്പെടുന്നു. നമ്മൾ ജിംഖാനയിൽ പാട്ടൊക്കെ പാടിപ്പിക്കാൻ ശ്രമിക്കുന്നു, നമ്മൾ പാട്ട് വെച്ച് കൊടുക്കുന്നു. ഇതാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, അപ്പോ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. ബ്രോ, പേര് പറയൂ. എന്റെ പേര് ശ്രീഹരി. ബിബിൻ. ഓക്കെ, ശ്രീഹരി എന്ത് ചെയ്യുവാണ്? ഞാൻ ഇപ്പൊ +2 സയൻസ് പഠിച്ചോണ്ടിരിക്കുക. സയൻസ് എടുത്തു പറഞ്ഞ എന്തിനാണെന്നറിയാവോ? മനസ്സിലായോ? എന്താ? നല്ലതാണ്. അങ്ങനെയല്ല, ബിൻസിനകത്ത് ഇനി ചർച്ച ചെയ്യണ്ട. എവിടെയാ പഠിക്കുന്നത്? ഏത് സ്കൂളിലാ? MD സെമിനാരി. ഓക്കെ, അപ്പോ ഹെൽത്ത് ക്ലബിലേക്ക് വരാനിടയായ സാഹചര്യം എന്താണ്? ഹെൽത്ത് ക്ലബ്ബ് എനിക്ക് കുറച്ച് ഫിസിക്കലി ഒന്ന് സ്ട്രെങ്ത് കൂട്ടാനും അങ്ങനെ ഒരു ഡിസിപ്ലിൻ ആകാനും കൂടെ ആയിട്ടാണ് ഇവിടെ വന്നിട്ട് ലൈഫിൽ ഉണ്ടായ ഒരു ചേഞ്ച് പറയാവോ? ലൈഫിലുണ്ടാകാൻ ചെയ്ത് ജിമ്മിൽ വന്നാൽ പിന്നെ കുറച്ചുകൂടെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാം ചെയ്യാൻ തോന്നും. സിസ്റ്റമാറ്റിക് ആയി അങ്ങനെ തോന്നുന്നുണ്ടോ? അതായത് ബോഡി ബിൽഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ കൂടുതൽ സിസ്റ്റമാറ്റിക് ആകുന്നു ഇവിടെ വരുമ്പോൾ എന്നുള്ള തോന്നലുണ്ടോ? തീർച്ചയായും. പിന്നെ നല്ലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും പിന്നെ ഈ പലപ്പോഴും വൈകുന്നേരം ആയിരിക്കും, പക്ഷെ രാവിലെ ചെയ്യുമ്പോൾ സെഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ക്ലാസ്സിൽ എല്ലാം നല്ല കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു. ഓക്കെ, ക്ലാസ്സിൽ ചെന്നിട്ട് അതിഭീകരമായ വർക്കൗട്ട് കഴിഞ്ഞ് ക്ലാസ്സിൽ ചെന്ന് ഉറങ്ങാറുണ്ടോ? അത് വല്ലപ്പോഴും. ഇതൊന്നും ചോദിച്ചാൽ സത്യം പറഞ്ഞു ചിരി കണ്ടില്ലേ? ഇതൊന്നും ചെയ്യാത്ത ബിൻസി പോലും എത്രയോ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങിയിരിക്കുന്നു. പിന്നല്ലാണ്ട് ഉറങ്ങും, അല്ലെങ്കിലും ക്ലാസ്സിൽ ഉറങ്ങും. നമുക്കിങ്ങനെ ശാന്തമായി അല്ലേ, ഉച്ച കഴിഞ്ഞൊരു മാത്സ് പീരീഡ് ആണെങ്കിൽ +2 സയൻസ് ഏതെങ്കിലും ഒരു ഇന്റഗ്രേഷനോ ഡിഫറൻസിയേഷനോ ഒക്കെ ആയിട്ട് മിസ് വന്ന് ഉച്ച കഴിഞ്ഞിട്ട് ആ ഒരു ഭക്ഷണം കഴിച്ചതിന്റെ ഒരു മൂഡിലിരിക്കുമ്പോൾ തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും ഉറങ്ങിപ്പോകും. അതാണ് ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോ ക്ലാസ്സിൽ ഉറങ്ങാതിരിക്കുന്ന ഒരു ചങ്കം കൂടെ ഉണ്ട്, അവനെ കൂടെ പരിചയപ്പെടണം. ബ്രോ, എങ്ങനെയാണ് ക്ലാസ്സിൽ ഉച്ചയ്ക്ക് ഉറങ്ങോ? അയ്യോ, എന്നോട് അങ്ങനെ ചോദിക്കല്ലേ, എന്റെ ക്ലാസ് കഴിഞ്ഞു എന്ന്. സൈഡിൽ നിന്ന് കൗണ്ടേഴ്സ് വരുന്ന അവൻ ക്ലാസ്സിൽ പോവാറില്ലെന്ന്. ഓക്കെ ബ്രോ, എന്ത് ചെയ്യണം? ഞാൻ ഇപ്പൊ ലോജിസ്റ്റിക്സ് പഠിക്കുന്നു. ആണോ? എവിടെയാ പഠിക്കുന്നത്? കോട്ടയത്ത് പുളിമോടി ജംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഇവിടെ ഇപ്പൊ 6-7 മാസം. 7 മാസം കൊണ്ട് കിട്ടിയ പാർട്ണറാണ് ഇദ്ദേഹം. ഇവൻ എന്റെ കൂട്ടുകാരൻ അടുത്തുള്ള. നിങ്ങൾ ഒന്നിച്ച് വരുന്ന ബഡ്ഡി പേഴ്സ് ഒന്നും അല്ല, ഒന്നിച്ച് വർക്കൗട്ട് ചെയ്യാൻ വരുന്നതല്ല. ഞങ്ങളൊരു സംഘമായിട്ടാ വരുന്ന, വേറെ ആളുണ്ടെന്ന് നിങ്ങളുടെ ഗ്യാങ്ങിൽ എത്ര പേരുണ്ട്? 7-8 പേരുണ്ട്. ഓക്കെ, അവരുടെ പേര് വേഗത്തിൽ പറയാവോ? ശ്രീഹരി, ഹരിദേവ്, ആദർശ് ജയൻ,
ഹരിദേവ് ഒരു പ്രാവശ്യം മതി. ഓ, ഹരിദേവിനോടുള്ള സ്നേഹം. അതെ അതെ അതെ. ഇമ്മാനുവൽ അവൻ വന്നിട്ടില്ല ഇന്ന്. പിന്നെ കരി ടീച്ച് അങ്ങനെ കുറെ പേരുണ്ട്. നിങ്ങൾ വള്ളംകളിക്ക് ഇറങ്ങുന്നവരാണോ? എന്നാ ഉണ്ട്. ടൗൺ ബോട്ട് ക്ലബിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ കുമരകം ബോട്ട് ക്ലബിന്റെ ഭാഗമാണോ? അങ്ങനെ അവര് രണ്ടുപേരും ഞങ്ങളുടെ ഇവിടെ തന്നെ ഉള്ളവരെ. ആണ്. അപ്പൊ ചുണ്ടൻ വള്ളത്തിലൊക്കെ കയറി മത്സരിച്ചിട്ടുള്ളവരാണോ? വള്ളത്തിൽ ചെറുവള്ളങ്ങളിൽ മത്സരിക്കും. എന്നാലും വള്ളങ്ങൾ വൈബ് കിടക്കുന്ന ഇടത്ത് തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ആഹാ, അടിപൊളി. അപ്പൊ ഇവരെയൊക്കെ പരിചയപ്പെട്ടതിന് സന്തോഷത്തിൽ പാട്ട് വരും. ഉറപ്പായിട്ടും പാട്ട് വരും. അതിനുശേഷമാണ് ബാക്കിയുള്ളവരെ നമ്മൾ പരിചയപ്പെടാൻ ഇവരുടെ പോകുന്നത്. സംഘത്തിലെ മറ്റാളുകളും ഒപ്പം ഇവിടെ കുറച്ച് സീനിയേഴ്സ് ചേട്ടന്മാരൊക്കെ ഒരു റൗണ്ട് ഓടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അവർക്ക് കാര്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു. അതിനൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചെവി തരുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ബാക്ക് ടു അവരുടെ വർക്കൗട്ടിലേക്ക് പോവാണ്. ശരി. എന്തായാലും നമ്മൾ പിടിച്ചു നിർത്തുന്നു, ചോദ്യം ചോദിക്കുന്നു. അതിനു മുമ്പായിട്ട് റേഡിയോയിൽ പാട്ടും വരുന്നുണ്ട്. ഇത് ജിംഖാനയാണ്, സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിംഖാന. കോട്ടയം ജിംഖാന നമ്മള് കുമരകം ടൗൺ ബോട്ട് ക്ലബിലല്ലോ, നമ്മളിപ്പോ എവിടെയാണ്? കുമരകം ഹെൽത്ത് ക്ലബിലാണ്. അതെ, നമ്മള് ബോട്ട് ക്ലബിന്റെ ഒരു വൈബിലേക്ക് ചെന്നോണ്ടിരിക്കുകയാണ്. കാരണം പ്രാക്ടീസ് ഒക്കെ പലയിടത്തും തുടങ്ങിയിട്ടുണ്ട്. ചെറുവെള്ളം തുഴയുന്ന ആളുകളെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അതുകൊണ്ടാണ് ആ വൈബിലേക്ക് പോയത്. നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുള്ളൂ വിൻസി. ഇവിടെ വന്നിട്ട് നമ്മളെ, അതായത് ജിംഖാന കേട്ടിട്ടുണ്ട്. ജിംഖാന അത് റേഡിയോ കേൾക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ ജിംഖാനയും ഞാൻ കേൾക്കാറുണ്ട്. ഈ പരിപാടി അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വർക്കൗട്ട് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം അധ്യാപകനാണ്. അപ്പൊ നമുക്കൊന്ന് പേരൊക്കെ ചോദിച്ച് പരിചയപ്പെടണമല്ലോ. ഓക്കെ സാർ നമസ്കാരം. നമസ്കാരം. ഓക്കെ, സാറിന്റെ പേര്? എൻ്റെ പേര് അനീഷ്. കിളിരൂർ SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു അധ്യാപകനാണ്. ഞാനിവിടെ ഒരു 3 വർഷമായിട്ട് റെഗുലറായിട്ട് വരുന്നയാളാണ്. ഓക്കെ, 3 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ജിംഖാന എപ്പോഴാണ് കേട്ടത്? ഏത് സാഹചര്യത്തിലാണ് കേട്ടത്? കാറിൽ പോകുമ്പോൾ എപ്പോഴും നിങ്ങളുടെ FM ആണ് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ കേട്ടതാണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഞങ്ങളുടെ ജിമ്മിൽ നിങ്ങളും പരിപാടിക്കുന്നു പ്രതീക്ഷിച്ചിരുന്നു. സാർ അങ്ങനെ വിചാരിച്ചു? തീർച്ചയായിട്ടും. സാർ ഇവിടെ ചിന്തിക്കുന്നു, അവിടെ ഞങ്ങൾ എത്തുന്നു. അതെ, ഞങ്ങൾ എത്തി. നിങ്ങളുടെ ഈ വരവിൽ വളരെ നന്ദി. അപ്പൊ സാറിന്റെ സ്റ്റുഡൻസിനോട് ഞങ്ങൾക്ക് ഭയങ്കര ബഹുമാനം. കാരണം ഇത്രയും ശക്തനായ ഒരു അധ്യാപനം കിട്ടിയില്ലേ? പിന്നെ എനിക്ക് അസൂയ തോന്നുന്നു. സാർ ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കുന്നത്? ബയോളജിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജിമ്മിൽ വരുന്നത്. അധ്യാപകൻ പറഞ്ഞാൽ മാത്രം പോരല്ലോ, പ്രവർത്തിക്കണമല്ലോ. ഓക്കെ, അപ്പൊ സാർ എന്തായാലും അടിപൊളി, സന്തോഷം. താങ്ക് യു. ഓക്കെ, സാറിനെ പരിചയപ്പെട്ട സന്തോഷത്തിൽ നമുക്ക് ബാക്കി ആളുകളെ ബാക്കി ആളുകൾ ഓരോരുത്തരിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ നമ്മൾ വന്ന് കയറിയപ്പോഴേ റിസപ്ഷനിൽ നിൽക്കുന്ന ഒരാള് നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. ആള് പാട്ട് പാടുന്നാണ് പറയുന്നത്. നോക്കിയാലോ? റിസപ്ഷനിൽ നിൽക്കുന്ന ആൾ പാട്ട് പാടും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് അന്വേഷിച്ച് അദ്ദേഹത്തെ പരിചയപ്പെടേണ്ട ആവശ്യമുണ്ടല്ലോ. പേര് പറയൂ. സൂസൻ. ശരിക്കും നമ്മളെ ബിൻസി, നമ്മള് പല ഹെൽത്ത് ക്ലബുകളിൽ പോയിട്ടുണ്ടെങ്കിലും റിസപ്ഷനിൽ ഇത്രയും ശക്തമായ സാന്നിധ്യമുള്ള ഒരു ഹെൽത്ത് ക്ലബ്ബിൽ നമ്മൾ പോയിട്ടില്ല. അതെ, 2 പേരാണ് റിസപ്ഷനിൽ നിൽക്കുന്നത്. അപ്പൊ എന്താ വിൻസി, നമ്മളിവിടെ സാധാരണ ഹെൽത്ത് ക്ലബ്ബിൽ കണ്ടതിനേക്കാളും 1-2 വ്യത്യാസങ്ങൾ ഇവിടെ കണ്ടിട്ടുള്ളത്. ഇവിടെ എനിക്കൊന്ന് ഫിംഗർ പ്രിന്റ് വെച്ചിട്ടുള്ള എൻട്രി ആണ്. ഫിംഗർ പ്രിന്റ് കറക്റ്റ് ആയിട്ട് പഞ്ച് ചെയ്യാതെ അകത്ത് കയറാൻ പറ്റില്ല. ഇല്ല. അതോടൊപ്പം തന്നെ ഇവര് 2 പേര് റിസപ്ഷനിൽ നിൽക്കാൻ കാര്യം ഫീസ് ഒക്കെ ശക്തമായിട്ട് വാങ്ങിക്കുന്നവരാണ്. അതെ അതെ ചുമ്മാ പറഞ്ഞ കേട്ടോ, അങ്ങനെയല്ല. നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? നമുക്ക് അഡ്മിഷൻസ് നമുക്ക് ഫോളോ ചെയ്യാം, എൻക്വയറീസ് ഉണ്ടാവും, അത് ഫോളോ ചെയ്യാം. പിന്നെ ഫീസിൽ തരാത്തവരെയൊക്കെ ഒന്ന് പിടിക്കുക, രുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങി ആളുകളെ പിടിച്ച് ഫീസ് മേടിപ്പിക്കുക അല്ലേ? അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ. പിന്നെ ഇവിടുത്തെ റെക്കോർഡിങ്സ് കാര്യങ്ങളൊക്കെ നോക്കുക. അത്യാവശ്യം നല്ല മെമ്പേഴ്സ് ഉണ്ട്, സ്ട്രെങ്ത് കൂടുതലാണ്. പിന്നെ ജിമ്മിത്രയും വാസ്റ്റ് ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അതിന്റെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നോക്കണം. ആഹാ, ഓൾ ഇൻ ഓൾ ആണ് ഇവിടുത്തെ 2 പേരും അല്ലേ? വേറൊരു കരക്കമ്പി ഇവിടെ പരക്കുന്നത് എന്താണെന്നറിയാവോ? ജിംഖാന എന്നല്ലേ നിങ്ങളുടെ പരിപാടി ടൈറ്റിൽ. ഞങ്ങളുടെ റിസപ്ഷനിൽ നിൽക്കുന്ന ചേച്ചി പാട്ട് പാടുന്ന ആളാണ്. പാട്ട് പാടിക്കണേ എന്നുള്ളൊരു കരക്കമ്പി പരക്കുന്നുണ്ട്. അതെ അതെ, അത് ഞാൻ കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇങ്ങോട്ട് പോരാന്ന്. അയ്യോ, പാട്ടൊന്നും പാടത്തില്ല, പനി. അങ്ങനെ പറഞ്ഞിട്ട് പനിയാണെങ്കിൽ പ്രശ്നമില്ല. അതെ, വിനുസാറിന് പനി. എന്നിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, ഒരു നാണോ ഇല്ലാണ്ട്. 2-3 വരി മാത്രം പാടിയാൽ മതി, നമ്മളുടെ ജിമ്മിലുള്ള എല്ലാവർക്കും വേണ്ടി. അതെ, പാടിക്കും. സുന്ദരി കണ്ണാലൊരു സേരി சொல்லடி இந்நாள் நல்ல தேதி இன்னையே தந்தேன் உனக்காக ஜென்மமே கொண்டேன் அதற்காக. ബാക്കി വേണം. അയ്യോ, ഞങ്ങൾക്ക് ബാക്കി വേണം. നല്ല രസമായി. ഇത് ബിൻസി ചെറുതായിട്ട് പാടൂ എന്ന് പറഞ്ഞപ്പോ ഇത് വൻ പാട്ട്. நானுனே நீங்க மாட்டேன், நீங்கினால் தூங்க மாட்டேன், சேர்ந்ததே நம் ஜீவனே சுந்தரி கண்ணால் ஒரு சேதி சொல்லடி இந்நாள் நல்ல தேதி இன்னையே தந்தேன் உனக்காக ജന്മമേ കൊണ്ടീനതற்காக. ആഹാ, സൂസറിന് കൈയടി കൊടുത്ത എല്ലാരും. സൂസർ നല്ലൊരു കൈയടി വരട്ടെ. ആഹാ, സൂപ്പർ. പാടാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇത്രയും ബിൽഡപ്പ് ഇട്ട ആളാണ് ഗംഭീരമായിട്ട് പാടിയത്. താങ്ക് യു സോ മച്ച്. ഇടക്കിടക്ക് ഇവിടെ നിന്ന് പാടി കൊടുക്കാറുണ്ടോ ഇവർക്ക്? ഇല്ല, ഇവരെന്നെ ഇറക്കി വിടും. എന്തോ ബോയ് ഫ്രണ്ടിന് പാടി കൊടുക്കാം. ആണോ സൂസർ?
ബോയ് ഫ്രണ്ട് അല്ല, വുഡ് ബി ആണ്. കുറച്ച് കഴിയുമ്പോൾ വർക്കൗട്ട് ചെയ്യാൻ വരും. ഓ ശരി. ഓ ഇതൊരു ഇന്ത്യൻ പ്രണയകഥ പോലെ ആക്കാൻ പറ്റുന്നതാണ്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവാം. പാട്ട് കൊടുത്തിട്ട് നമുക്ക് സൂസനോടും ബോയ് ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞ ആളോടൊക്കെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓക്കെ, ഇതെന്തായാലും ജിംഖാനയാണ് സർഗക്ഷേത്ര 89.6 FM-ൽ കൂടാതെ ബിൻസി മീനു ഉണ്ട്. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിംഖാന. കോട്ടയം ജിംഖാനയാണ് സർഗക്ഷേത്ര 89.6 FM-ൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ബിൻസിയും മീനും ഉണ്ട് കേട്ടോ. നമ്മൾ ജിമ്മിൽ വരുന്നു, ആളുകളെ പരിചയപ്പെടുന്നു, അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, പാട്ടൊക്കെ പാടിപ്പിക്കുന്നു. നമ്മുടെ ജിംഖാന ടൈറ്റിൽ പോലെ തന്നെ പാട്ട് പാടിക്കുന്നു, പാട്ട് വെച്ച് കൊടുക്കുന്നു. ആ സന്തോഷത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ബിനു സാറാണ്. ഞാൻ മൈക്ക് കൊടുക്കുകയാണ്, കാരണം എനിക്കറിയത്തില്ല. പൊന്ന് സാറേ, ഞാൻ തോറ്റു വന്നിരിക്കുന്നു. അങ്ങനെയല്ല, എന്താ സംഭവം അറിയാമോ? നമ്മൾ കോട്ടയം ജിംഖാന ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളൊക്കെ ഭയങ്കര വ്യത്യസ്തമാണ്. ഇവിടെ നമുക്ക് മലയാളികളല്ലാത്ത, അതായത് പലയിടങ്ങളിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരൊക്കെ ഈ ഹെൽത്ത് ക്ലബിന്റെ ഭാഗമായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പൊ അവരുടെ അടുത്തൊക്കെ ചെന്നിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിന്മേൽ ചെല്ലും കേട്ടോ. നമ്മുടെ FM-മായി ബന്ധപ്പെട്ട് പുറത്ത് ആളുകളോട്ട് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ആളെന്ന നിലയ്ക്ക് ബിൻസി തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ യോഗ്യമായിട്ടുള്ള ആൾ. അതുകൊണ്ട് നമുക്ക് ചെല്ലാം, നമുക്കൊന്ന് സംസാരിക്കാം, നോക്കാം. ഹലോ, വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ആള്. ഹായ്, എന്താണ് പേര്? അനുവർ, തുമാര പ്ലേസ് കിധർ ഹേ? കൽക്കട്ട, ആഹാ, വെസ്റ്റ് ബംഗാൾ, കൽക്കട്ട. വെസ്റ്റ് ബംഗാളിൽ നിന്ന് എന്തിന് ഇവിടെ വന്നു? ഞാൻ 2 വർഷമായോ. 2 വർഷമായി ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ആഹാ, അത് പൊളിച്ചല്ലോ. എന്തിനാ നമ്മുടെ കേരളത്തിൽ വന്നത്? കേരളത്തെ ഒന്നാമത്തെ കാം ജിമ്മിലെ മെന്റസ് എന്തോ പറയുന്നു, എന്താന്ന് മനസ്സിലാവുന്നില്ല. ഇടപെടറാ. ശരിയാണ്. എന്തിനാണ് ബ്രോ ഇവിടെ വന്നത്? 2 മാസമായോ. 2 മാസം, 2 വർഷം. വർഷം മുൻപ് എന്തിനിവിടെ വന്നു? കേരളത്തില് എന്തിനു? കാം കർണേക്ക് ലിയേ. കാം കർണേക്ക് ലിയേ. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് കാമാണ് ചെയ്തത്? ഇത് ഓൾ ജിം മെന്റസ്. അതായത് അദ്ദേഹം കേട്ടത്, ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് മനസ്സിലായത് ഇവിടെ എന്താണ് ചെയ്യുന്നതെന്നാണ്. ഇവിടുത്തെ കംപ്ലീറ്റ് ഇധർ നഹി, തുമാരാ കാം ക്യാ ഹേ? മേരാ കാം ഓ വർക്കൗട്ട് ബിൽഡിംഗ് കാ പൂരാ കാം. അതായത് ബിൻസി അദ്ദേഹം ഇവിടെ ജോലിയും ചെയ്യുന്നുണ്ട്, വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. അടിപൊളി, അത് പൊളിച്ചു. നാട്ടിൽ എവിടെയെന്നൊക്കെ ചോദിച്ചല്ലോ. കൽക്കട്ട, വെസ്റ്റ് ബംഗാൾ എല്ലാം ഞങ്ങൾ പഠിച്ചു. നൈസ്. എന്നാണ് കൽക്കട്ടയ്ക്ക് തിരിച്ചു പോകുന്നത്? ഞാൻ 3 ദിവസമായോ. 3 മാസമായിട്ടുള്ള വന്നിട്ട് ഇനി 1 വർഷം കഴിഞ്ഞ് പോവുള്ളൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചോ? ഇല്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ അച്ഛനുണ്ടോ, മമ്മിയുണ്ടോ, പിന്നെ സിസ്റ്റർ ഉണ്ടോ, ബ്രദർ ഉണ്ടോ. മലയാളമൊക്കെ നല്ലപോലെ മനസ്സിലാവുന്നുണ്ടല്ലോ. മലയാളം എങ്ങനെയുണ്ട്? സൂപ്പർ. കോട്ടയം എങ്ങനെയുണ്ട്? സൂപ്പർ ലുക്ക്. കോട്ടയത്തിൽ എന്താ ഏറ്റവും ഇഷ്ടം? മനസ്സിലായി. ക്യാ ക്യാ പ്യാർ ഹേ കോട്ടയം കേ ലിയേ? बहुत प्यार है इधर का. ഓക്കെ, ബഹുത്ത് പ്യാറാണെന്ന് മതിയോ? മതി, ഇത്ര പറഞ്ഞാ മതി. എന്തായാലും ബഹുത്ത് പ്യാറായ സ്ഥിതിക്ക് തുമാരാ ഫേവറേറ്റ് ഹിന്ദി സോങ് ഏതാ? ഷാറുഖ് ഖാന്റെ ഒരു സൂപ്പർ പാട്ട് വെച്ച് തരട്ടെ. ഷാറുഖ് ജി കാ എക് സൂപ്പർ ഹിറ്റ് സോങ്. No. എന്തായാലും സൂപ്പർ പാട്ട് വരുന്നുണ്ട് നമ്മുടെ കിങ് ഖാൻ മേ അഭിനയ് കേ ലിയേ. വേണ്ട ബിനു സാറേ, വേണ്ട. നമുക്ക് രണ്ടുപേർക്ക് ഹിന്ദി അറിയത്തില്ല എന്നുള്ള കാര്യം ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു അസുലഭ നിമിഷമാണ്. ഒന്ന് ഇടപെട്ടോട്ടെ, എനിക്ക് ഹിന്ദി മാത്രമാണ് അറിയാൻ പാടില്ലാത്തത്. ഈ ബ്രോക്ക് ഹിന്ദി മനസ്സിലാക്കി കൊടുക്കാൻ ബിൻസി ഇംഗ്ലീഷിൽ പലതും പറയുന്നത് കേട്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി ബിൻസിക്ക് ഹിന്ദിയും ഇംഗ്ലീഷും അറിയില്ല. ഇനി ഞാൻ ആംഗ്യഭാഷ സംസാരിച്ചോളാം. എന്തായാലും നല്ല ക്ഷീണം എനിക്കുണ്ട്. അതിന്റെ പേരിൽ റേഡിയോയിൽ സൂപ്പർ പാട്ട് വരുന്നുണ്ട്. ഇത് കോട്ടയം ജിംഖാനയാണ് സർഗക്ഷേത്ര 89.6 FM-ൽ. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിംഖാന സർഗക്ഷേത്ര 89.6 FM-ല് നമ്മൾ കോട്ടയം ജിംഖാന മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുമരകം ഹെൽത്ത് ക്ലബ്ബിലാണ് നമ്മൾ ഇവിടെ വന്നിട്ട് പലയിടത്തും ഇതുപോലെ ട്രോഫി പരിപാടികളൊക്കെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ മത്സരിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചു. പലരും മത്സരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മത്സരിച്ചതിൽ സമ്മാനം കിട്ടിയവർ ഇപ്പൊ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരാളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോ പേര് പറഞ്ഞേ. എന്റെ പേര് വിപിൻ. ഓക്കെ, വിപിൻ ഏത് കാറ്റഗറിയിലാണ് മത്സരിച്ചത്? എപ്പോഴാണ് മത്സരിച്ചത്? ജനുവരിയിലായിരുന്നു കോമ്പറ്റീഷൻ. ജൂനിയർ 50-55 50-55 ജൂനിയർ. ഓക്കെ, അതിൽ ഫസ്റ്റ് അടിച്ചു. കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ്. അതായത് മിസ്റ്റർ കോട്ടയം ആയ ആളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന. കൈകൊട്ട് ബിൻസി. 2025-ലെ ജൂനിയർ വിഭാഗത്തിലെ മിസ്റ്റർ കോട്ടയമായിരുന്നു. 50-55. ഇതിനു മുൻപ് മത്സരിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം ഒരു മത്സരം ഉണ്ടായിരുന്നു. 2024-ലെ ഒരു മത്സരം ഉണ്ടായിരുന്നു. അപ്പം സെക്കൻഡ് ആയിരുന്നു. 24-ൽ സെക്കൻഡ് ആയിട്ട് 25-ൽ 1-ാം സമ്മാനം നേടി മധുര പ്രതികാരം വീട്ടി. അതെ. ആഹാ, അടിപൊളി. എത്ര നാളെ ഇവിടെ വരുന്നു? ഞാനിപ്പം 4 വർഷമായി. 4 വർഷമായി. 4 വർഷം കൊണ്ട് സെറ്റ് ചെയ്തെടുത്താണ് ഈ ഒരു കോമ്പറ്റീഷൻ ലെവൽ ബോഡി. അതെ. എങ്ങനെയാണ്, ഇതൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്.
നല്ല കഷ്ടപ്പാടുണ്ട്, കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ടും കിട്ടി. നമ്മളെ ഇപ്പൊ ഒരുപാട് കുട്ടികൾ ഈ ഒരു മേഖലയിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേഖല കൃത്യമായി പരിചയമില്ലാത്തതിന്റെ പേരിൽ വേറെ പല മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ഇങ്ങനെ ലഹരി പരിപാടികളിലൊക്കെ പുറകെ പോകുന്ന കുറെ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോ ബ്രോയോട് നമ്മൾ ഈ പരിപാടിയുടെ ഉദ്ദേശം തന്നെ ലഹരിയിൽ നിന്നൊക്കെ പിന്മാറി ഫിസിക്കൽ ഫിറ്റ്നസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ബ്രോ ലഹരി പോലത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളല്ല എന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പൊ അത് ഇല്ലാതെ ഇത്തരം ഫിറ്റ്നസ് ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുണങ്ങൾ രോഗങ്ങളൊന്നും ഇല്ലാതെ മുന്നിലോട്ട് പോകാം, പിന്നെ കോൺഫിഡൻസ് ലെവൽ ഇച്ചിരി കൂടും. മൊത്തത്തില് സെറ്റാണ്. ഇതില് ഭയങ്കര സന്തോഷമാണ്. സന്തോഷം. ഇപ്പൊ വേറൊന്നും കിട്ടില്ലെങ്കിൽ നല്ല സന്തോഷം കിട്ടുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാലോ. ആരാണ് ബിൻസി സന്തോഷം ആഗ്രഹിക്കാത്തത്? അതെ അതെ, അത് ശരിയാട്ടോ. അതാരം ജിമ്മിൽ പോയി ചേർന്നോ? ഓക്കെ, അപ്പൊ എന്തായാലും ബ്രോയെ പരിചയപ്പെട്ടതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞങ്ങള് പാട്ട് വെച്ച് തരാം. ഓക്കെ. ഇപ്പോ കോട്ടയം മിസ്റ്റർ കോട്ടയം ആയ ആൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈബ്രറിയിൽ നോക്കാം, ഉള്ളതിൽ ഏറ്റവും നല്ലത് കൊടുക്കാം. ഏറ്റവും അടിപൊളി പാട്ട് തന്നെ വെച്ച് തരും. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിംഖാന. കോട്ടയം ജിംഖാനയാണ് കേട്ടുകൊണ്ടിരുന്നത് സർഗക്ഷേത്ര 89.6 FM. അപ്പൊ നമ്മൾ ഇന്ന് കോട്ടയം ജിംഖാനയായിട്ട് എവിടെയാണ് വന്നതെന്ന് ചോദിച്ചാൽ കുമരകം ഹെൽത്ത് ക്ലബിലായിരുന്നു. RJ ബിൻസി ഇങ്ങനെ ഗംഭീരമായിട്ട് ആളുകളെ പരിചയപ്പെട്ടു, അവരെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ചു, വർക്ക്ഔട്ട് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു മനസ്സിലാക്കി. നമ്മുടെ ജിംഖാനയുടെ ഉദ്ദേശം തന്നെ ലഹരിക്കെതിരായിട്ട് നമ്മൾ പോരാടുക എന്നുള്ളതാണ്. ഇതപ്പോ ഞാനിപ്പോ ആലോചിക്കുവായിരുന്നു, ഞാനപ്പോ ഇന്ന് വീട്ടിലാണോ? ഞാൻ കുമരകത്തില്ലേ? ഞാൻ ശരിക്കും എവിടെ? ഇത് ഞാനല്ലേ? ആരായിട്ടാ അതുപോലെ ആ ഒരു റേഞ്ചിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷേ ഇല്ല, ബിനു സാർ നമ്മുടെ ജിമ്മിന്റെ അകത്തൊക്കെ എല്ലാരെയൊക്കെ കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ചെടുത്ത ഹൈടെക് ഉപകരണങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി. ഇഷ്ടപ്പെട്ട ഒരു ഉപകരണമുണ്ട്. ആ മെഷീന്റെ പേര് അറിയാൻ പാടില്ലെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്തവർ കാണിച്ചപ്പോ വള്ളം തുഴയുന്നതുമായിട്ട് അതെ അതെ, കൈക്ക് നല്ലൊരു കിടുക്കൻ എക്സസൈസ് ആണ് കേട്ടോ. വള്ളം തുഴയിൽ നീന്തൽ പോലത്തെ കാര്യങ്ങൾ എനിക്ക് നമ്മൾ ഇത്രയും കാലം കോട്ടയത്തുടനീളം പോയ ഒരു ഹെൽത്ത് ക്ലബിലും കാണാത്ത ഒന്ന് രണ്ട് മെഷീൻ ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ UK ജിമ്മി ചേട്ടൻ ഇറക്കിയതാണെന്ന് തോന്നുന്നത്. അതെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന UK നമ്മുടെ സ്വന്തം ജിമ്മി ചേട്ടൻ. അതെ. അപ്പൊ എന്തായാലും ജിംഖാന അടിപൊളിയായിരുന്നു. നമ്മൾ ഇന്ന് ബൈ പറയാനായിട്ടുള്ള വരവാണ് ഈ വരവിന്റെ ഉദ്ദേശം. അതെ, ഈ വരവിന്റെ ഉദ്ദേശം ബൈ പറയാനുള്ള വരവാണെന്നോ? അതായത് ഇപ്പൊ നമ്മൾ പോവാണ്, അത്രേ ഉള്ളൂ. കുമരകത്താണ്. കുമരകത്ത് ഞങ്ങൾ ഇനി ഒത്തിരി ഇടങ്ങൾ കറങ്ങാനുണ്ട്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഹെൽത്ത് ക്ലബ്ബുകൾ തേടിയുള്ള യാത്രയാണ്. അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് നമ്മൾ പരിചയപ്പെട്ട സാറുണ്ടല്ലോ, അദ്ദേഹം നമ്മളെ കേട്ടിരുന്നു, നമ്മളുടെ ജിമ്മിലേക്ക് നിങ്ങൾ വരുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, ആലോചിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹെൽത്ത് ക്ലബ്ബുമായിട്ട് ബന്ധമുള്ളവരോ ഹെൽത്ത് ക്ലബ്ബിൽ വർക്ക്ഔട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആലോചിച്ചിരിക്കുകയൊന്നും വേണ്ട, നമ്മളെ ഫോൺ എടുത്തങ്ങ് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. അതെ, നമ്മൾ വന്നിരിക്കും ആ സ്പോട്ടിലേക്ക്. വിളിക്കേണ്ട നമ്പർ 9188354896 എന്നതാണ്. ഓക്കെ, അപ്പോ മെസ്സേജ് അയക്കാം, വിളിക്കാം, ഏത് സമയത്ത് ഞങ്ങൾ എത്തിന്ന് ചോദിച്ചാൽ മതി. ഒന്നുകൂടെ ഞാൻ നമ്പർ പറയാം. നമ്പർ പറഞ്ഞു 9188354896. അത്രേ ഉള്ളൂ. അപ്പൊ ജിംഖാനയുടെ ഷട്ടർ വലിയ ഇടുവാണ്. ഞങ്ങൾ അടുത്ത ആഴ്ച അടുത്ത ഹെൽത്ത് ക്ലബ്ബിൽ കാണാം, കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോരുന്നത്. അപ്പൊ ബൈ ബൈ, നേരെ കിടിലം പാട്ടിലേക്ക് പോവാം. 89.6 FM സർഗക്ഷേത്ര.